ഈ ഇപ്പോൾ മമ്മൂട്ടി നായകനാണോ വില്ലനാണോ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാവുന്ന ഒരു ക്രൈം ഡ്രാമ അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും. അങ്ങനെ വിശേഷിപ്പിക്കാം. അതാണ് കുറച്ചൊരു സൗകര്യം അല്ലേ? അതെ, ഒരു മമ്മൂട്ടി ഒരു കേന്ദ്ര കഥാപാത്രമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ വിനായകൻ ചേട്ടനും ചെയ്യുന്നുണ്ട്. നായകൻ വില്ലൻ എന്നുള്ള സങ്കല്പങ്ങൾക്ക് അപ്പുറത്ത് ആ ഒരു സ്പെക്ട്രത്തിനിടെ വരുന്ന കുറച്ച് കഥാപാത്രങ്ങളാണ്. ഈ ഒറിജിനൽ ആയിട്ടുള്ള സംഭവങ്ങൾ എടുക്കുന്ന സമയത്ത് ഇപ്പം ഈ കൾപ്പറേറ്റിന്റെ ബുദ്ധിയെ പോലെ തന്നെ പലപ്പോഴും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരാളുടെ ബുദ്ധിയും കൂടി നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അങ്ങനത്തെ റിയൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു സീരീസ് ഓഫ് മർഡേഴ്സ് ഉണ്ടായ ഒരു വീട്ടിൽ ഒരു പൂച്ചയെ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് ആ പൂച്ചയുടെ ഉള്ളിൽ നിന്ന് കണ്ടെടുത്ത പോയിസൺ വെച്ചിട്ട് കണ്ടുപിടിച്ചൊരു റിയൽ ഇൻസിഡന്റ്, രസകരമായിട്ടുള്ള പോലീസ് സ്റ്റോറിയാണ്, റിയൽ സ്റ്റോറി. അതുപോലെ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് റൈറ്റിംഗിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഒബ്വിയസ്ലി ഉണ്ട്. നമ്മൾ ഇതുപോലെ ഇപ്പം പറഞ്ഞതുപോലെ ഇപ്പം എനിക്ക് തോന്നുന്നു മറ്റേ പിന്നെ കുറുപ്പിൻ്റെ സമയത്താണെങ്കിലും അതിൻ്റെ ആ എൻക്വയറി പരിപാടിക്കകത്ത് നമ്മുടെ ഹരിദാസ് സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച് ഫൈൻഡിങ്സിലോട്ട് എത്തിച്ച കുറേ എലമെന്റ്സ്, ചിക്കൻ കറിയൊക്കെ പോലെയുള്ളത്, ചിക്കൻ കറി, അതുപോലെ പിന്നെ എന്താ പറയുന്നത്, ഇപ്പം ശ്വാസകോശത്തിന് പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ശ്വാസകോശത്തിനകത്ത് ഈ പറയുന്ന പുകയുടെ അംശം ഇല്ല എന്ന് പറഞ്ഞ് അതിൻ്റെ അർത്ഥം മുന്നേ കൊന്ന ഒരാളെ അവിടെ കൊണ്ടിട്ട് കത്തിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ലോജിക്കലി നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഈ ഇൻവെസ്റ്റിഗേഷനിനകത്ത് സംഭവിക്കാറുണ്ട്. അത് പലപ്പോഴും ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഇത്രയും കാലത്ത് നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അതിലൊന്നും നടന്നിട്ടില്ലാത്ത പുതിയ സംഭവങ്ങൾ ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിൽ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സിനിമാറ്റിക് വേഷനായിരിക്കുമല്ലോ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. പൃഥ്വിരാജ് ചെയ്യാനിരുന്ന വേഷമായിരുന്നു ഇപ്പോൾ വിനായകൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു, അതായത് ഇപ്പം നമ്മൾ ഈ പ്രോജക്റ്റ് പിന്നെ മീൻസ് ആദ്യം പ്രതിമ ഇതിപ്പം ഒബ്വിയസ്ലി 2 കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയാണ്. അപ്പം ഇതിനകത്ത് മമ്മൂക്ക വരണം എന്നുള്ള ഭയങ്കര ആഗ്രഹവും അങ്ങനെ ഒരു താല്പര്യവും അങ്ങനെ ഒരു പ്ലാനും നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് പിച്ച് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അന്ന് ഈ വിവേകേട്ടൻ, സാരേ ചേട്ടൻ ഇവരൊക്കെ വഴിയാണ് ഞാൻ ഇത് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ അവരാദ്യം പൃഥ്വിയിലോട്ട് പോയി എന്നേ ഉള്ളൂ. മീൻസ് അത് അവൈലബിൾ ആയിട്ടുള്ള ഒരു എളുപ്പം എക്സസ് അന്ന് ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിനും അതേ തോന്നൽ ഉണ്ടായി മമ്മൂക്കയിലോട്ട്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് പറയുമ്പോൾ മമ്മൂക്കയിലോട്ട് എത്തിക്കഴിഞ്ഞ് അദ്ദേഹത്തിനും അതങ്ങനെ ഇഷ്ടപ്പെട്ടു. അത് കഴിയുമ്പോൾ ഒബ്വിയസ്ലി അത് മമ്മൂക്ക പ്രോജക്റ്റായിട്ട് മാറുമല്ലോ, അങ്ങനെയാണല്ലോ, മമ്മൂക്കയാണല്ലോ നമ്മൾ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മമ്മൂക്കയുടെ ഒരു എപ്പോഴാണോ അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് ലോജിസ്റ്റിക് പരിപാടിയിൽ അത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കിയതാണ്. കാരണം അപ്പം പൃഥ്വി എന്ന് എമ്പുരാൻ അങ്ങനെ അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ പറയുന്നതും ഭാഗ്യത്തിന് അദ്ദേഹം അത് ഇത് ചെയ്യുകയും ചെയ്തു. ഈ ദുൽഖർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന് ഏറ്റവും നല്ല സമയം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹീസ് ഹാവിങ് എ ഫൺ ടൈം എന്ന്. അതായത് കഥാപാത്രങ്ങളുടെ നന്മതിന്മകളോ അല്ലെങ്കിൽ ജെൻഡർ ബയാസോ ഒന്നും നോക്കാതെ അദ്ദേഹം ആഘോഷമാക്കുക അദ്ദേഹത്തിനുള്ള നടനെ എന്നുള്ളത്. ആ ഒരു ഫേസിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അതെ, അത് അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അത് അങ്ങനെ ചെയ്യുമ്പോൾ സ്ഥിരം ടെംപ്ലേറ്റ്സിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ പുതിയ സംഗതികൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യത എന്തായാലും കൂടുതലാണ്. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്ത് പെർഫോം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അത് കൃത്യമായിട്ട് ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിനകത്തൊരു എക്സൈറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് ഉണ്ട്, ഒരു കൃത്യമായൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട് അങ്ങനെ ചെയ്യുന്നതിലെന്ന് എനിക്ക് തോന്നുന്നു. അത് അങ്ങനെ ചെയ്യുന്ന അത്രയും സ്റ്റാർഡമുള്ള ആൾക്കാരെ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഓഡിയൻസും കൂടെ നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗ്യമാണ് നമുക്ക് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് വേറൊരു ഡയമെൻഷനിൽ ചെയ്ത് അതുപോലെ പെർഫോം ചെയ്ത് നമ്മളെ ഞെട്ടിപ്പിക്കാനും കഴിവുള്ളവർ കൂടെയാണ് അവർ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്, അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ സിനിമയുടെ കാര്യമില്ല, ഞാൻ ജനറലി പറഞ്ഞത്. ഈ മമ്മൂക്കയും ക്രിയേറ്റേഴ്സും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ തമ്മിലൊരു ഇൻട്രാക്ഷൻ പലപ്പോഴും പല രീതിയിലായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ലോഹിദാസിനെ പോലെ ഒരാളെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കുക, അല്ലെങ്കിൽ ബ്ലെസ്സിയെ കൊണ്ട് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കാഴ്ച എഴുതിപ്പിക്കുക. ഇപ്പോൾ പത്മരാജനും അദ്ദേഹവും തമ്മിലുണ്ടായിരുന്ന ഒരു ഫൈറ്റിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ ഒരു പുസ്തകം എടുത്തിട്ട് ബ്രാം സ്റ്റോക്കർ ഇല്ലെങ്കിൽ ഡ്രാക്കുള ഇല്ല, അപ്പോൾ അതിന് മറുപടിയായിട്ട് പത്മരാജൻ ഒരു വരി എഴുതുന്നു, അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ അവർ തമ്മിൽ നടക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്.
ജിതിനും മമ്മൂക്കയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഏത് വിധത്തിലായിരുന്നു? ഞാനും അദ്ദേഹവുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം. ഇപ്പം നമ്മൾ പിന്നെ പുതിയ ഒരാളാണ്, ഡയറക്ടർ എന്നുള്ള രീതിയിൽ പുതിയ ഒരാളാണ്. അപ്പം നമുക്ക് ഒരുപാട് വിജയകഥകൾ നമ്മൾ കേൾക്കുന്നതാണ്, കാണുന്നതാണ്, ഇതൊക്കെയാണ്. അദ്ദേഹം ഒരുപാട് പുതിയ ഡയറക്ടേഴ്സ്. പക്ഷേ നമുക്ക് വേറൊരു റിയാലിറ്റി ഉണ്ട്. ഇപ്പം എത്ര പുതിയ ഡയറക്ടേഴ്സ് വന്നെങ്കിലും ഞാൻ ഒരു ഊഹം പറയുന്നതാണ്. അപ്പം അതിനേക്കാളും എത്രയോ മടങ്ങ് പുതിയ ഡയറക്ടേഴ്സ് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. അതും ഒരു റിയാലിറ്റി ആയിട്ട് ആണല്ലോ. അപ്പം നമ്മൾ ഞാനൊരു ഞാനിപ്പം ചെയ്ത ഒരു സാധനവും അവൈലബിൾ അല്ല, ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരാളെ അദ്ദേഹത്തിന് ഇപ്പം നമ്മൾ പറയുന്ന ഒരു സ്ക്രീൻ പ്ലേയും, അത് സ്ക്രീൻ പ്ലേ മാത്രമല്ല, അതിന് ഒരു ഓഡിയോ വിഷ്വൽ പരിപാടി നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ട് പറയുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് ആദ്യം. ഫസ്റ്റ് ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു കടമ്പയാണ്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം അത് കേട്ട് പിന്നെ അത് ഉൾക്കൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ മേലൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നിടത്താണല്ലോ അദ്ദേഹം സിനിമ ചെയ്യാൻ സമ്മതിക്കുകയും വരികയും ചെയ്യുന്നത്. അപ്പം ആ പ്രോസസ്സെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് സ്ക്രീൻ പ്ലേയിൽ അദ്ദേഹത്തിന് തോന്നുന്ന ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പം പിന്നെ അതിന് നമ്മുടെ ഭാഗത്ത് കൃത്യമായിട്ട് അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തുന്ന മറുപടികൾ ഉണ്ടെങ്കിൽ പിന്നെ അത് വളരെ നല്ലൊരു അനുഭവമാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് മറുപടികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക്. അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ ത്രൂ ഔട്ട് ഉണ്ടാകും. അത് ഫിലിം മേക്കിങ്ങിൽ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് ഒരു നല്ല അനുഭവമായിരുന്നു. ടോട്ടലി അതൊരു നല്ല അനുഭവമായിരുന്നു. അങ്ങനെ ഒരു ടെൻഷൻ ആവുന്ന രീതിയിലോ അങ്ങനത്തെ ഒരു ഇതിലോട്ട് പോയില്ല. കാരണം ഈ സിനിമയുടെ പ്രത്യേകത കൊണ്ട് അങ്ങനെ അങ്ങ് പോയതാണ്. നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോഴും ഞാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, ആ ചോദ്യങ്ങളുണ്ടാവോ മമ്മൂക്കയിൽ നിന്ന്? അങ്ങനത്തെ ഒരു ചോദ്യത്തിലോട്ടൊന്നും നമ്മൾ അത്യാവശ്യം ഡീറ്റെയിലിംഗ് സ്ക്രീനിലാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങൾ പറയും. അപ്പം നമ്മളും ആദ്യമേ പോയിട്ട് നമ്മുടെ ഷോർട്ട് ഡിവിഷനും പരിപാടികളും, ഇപ്പോൾ ഒരു സീൻ തന്നെ നമുക്ക് പല രീതിയിലെടുക്കാമല്ലോ, പല ഡയറക്ടേഴ്സ് കൊടുക്കുന്ന പലരും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ അതിനകത്ത് പിന്നെ മ്യൂസിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ എഡിറ്റിംഗ് പാറ്റേണിലൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാറുണ്ട് ആദ്യമേ. അപ്പോൾ അതിനകത്ത് നിന്നിട്ട് അദ്ദേഹത്തിൻ്റെതായ സജഷനും അദ്ദേഹം എങ്ങനെയാണ് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ളതെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹവും പറയാറുണ്ട്. കാരണം ചില സമയത്ത് ചില കാര്യങ്ങൾക്ക് ചില അഡീഷണൽ പ്രോപ്പർട്ടീസൊക്കെ ആവശ്യമായിട്ട് വരും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു കൃത്യമായ ചർച്ചകൾ നടക്കാറുണ്ട്. അത് വളരെ ക്രിയേറ്റീവായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. സിനിമയുടെ ജോലികൾ ഇപ്പോൾ ഏതുവരെ അവസാനിച്ചിട്ടുണ്ട്? സിനിമ ഓൾമോസ്റ്റ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ തീരാറായ ഒരവസ്ഥയിലാണ്. ഇനി കുറച്ചൊക്കെ പരിപാടികൾ ബാലൻസ് ഉള്ളൂ. എപ്പോഴായിരിക്കും ഉദ്ദേശം റിലീസ് കൃത്യമായൊരു ഡേറ്റ് തീരുമാനമായിട്ടില്ല. പക്ഷെ അധികം താമസിക്കത്തില്ല, ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ഒരു ഔട്ട് കണ്ട രീതിയിൽ എത്രമാത്രം തൃപ്തനാണ്? ഞാൻ ഹാപ്പിയാണ് അതിൽ. പിന്നെ കാണുന്ന ആൾക്കാരാണ് അതിൻ്റെ ബാക്കി ജഡ്ജ് ചെയ്യുന്നത്. നമുക്ക് ഏതെങ്കിലും പോർഷൻസ് കണ്ടിരുന്നോ അദ്ദേഹത്തിൻ്റെ? അദ്ദേഹം ഞാൻ അറിഞ്ഞിടത്തോളം ഹാപ്പിയാണ്. എന്തായാലും ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവായിട്ടൊരു പുതിയ കാര്യം കണ്ടതിൻ്റെ ഒരു ഹൈയും സന്തോഷവും പ്രേക്ഷകരിലേക്കും കൂടി എത്തട്ടെ. പ്രതീക്ഷിക്കുന്നു. എല്ലാ അർത്ഥത്തിലും കളങ്കാവലിന് ആശംസകൾ. ഇനിയും സിനിമകൾ എഴുതാനും ഈ റിയൽ സംഭവങ്ങളിൽ അപ്പുറത്തേക്കുള്ള ആർക്ക് കൂടി ചിന്തിക്കാനും ഒക്കെ അങ്ങനെ സംഭവിച്ചു പോയതാണ്. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.